ദുരന്തങ്ങളുടെ പെരുമഴയായിരുന്നു ശ്രുതിയുടെ ജീവിതത്തിൽ. മാതാപിതാക്കളും സഹോദരിയും ബന്ധുക്കളും ഉരുൾപൊട്ടലിൽ മറഞ്ഞു. വിവാഹത്തിന് 1 മാസം മാത്രം ശേഷിക്കെ എല്ലാം നഷ്ടമായ ശ്രുതിക്ക് ദുരിതാശ്വാസ ക്യാമ്പ് മുതൽ ആശ്വാസമായത് പ്രതിശ്രുതവരനായ ജെൻസൺ മാത്രമായിരുന്നു. വർഷങ്ങൾ നീണ്ട പ്രണയം അവൾക്ക് രാപ്പകൽ തണലേകി നിന്നു. എനിക്കെന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ഇവളെ അനാഥ എന്ന് പറഞ്ഞിട്ട് നമുക്ക് തോന്നുമല്ലോ, ആ ഒരു സങ്കടം മാത്രമേ. ആഡംബരമായിട്ടുള്ള കല്യാണമായിരുന്നു. ഇനിയിപ്പോൾ അതൊന്നുമില്ല. സാധാരണ തോതിൽ ചെറിയ തോതിൽ പരിപാടി നടത്തി കൊണ്ടുപോകുക. കുട്ടിയുടെ ആർക്കൊക്കെ അപകടം സംഭവിച്ചത്? അച്ഛൻ, അമ്മ, അനിയത്തി, പിന്നെ വല്യച്ഛനുണ്ട്, വല്യമ്മ. വീട്ടിൽ ഇനി ആരെങ്കിലും ഉണ്ടോ? ആരുമില്ല. ഞങ്ങൾ മാത്രമേ ഉള്ളൂ. എന്റെ വീട്ടിൽ ഞാൻ മാത്രമേ ഉള്ളൂ. ഞങ്ങൾ മക്കള് മാത്രമേ ഇപ്പോൾ ഉള്ളൂ നിലവില്. ഞങ്ങൾ അച്ഛന്മാരും അമ്മമാരും അടക്കം 9 പേരാണ് പോയത്. സഹായത്തിന് ആരാ ഉള്ളത് ഇപ്പോ? ഞങ്ങൾ മക്കള് മാത്രമേ ഇപ്പോൾ ഉള്ളൂ. നമുക്ക് നോക്കാം എന്തായാലും. ശ്രുതിയുടെ ഓരോ കാര്യത്തിലുമുള്ള ജെൻസന്റെ കരുതൽ ദുരന്തത്തിന്റെ തീരാദുഃഖങ്ങളിലും ആശ്വാസമുള്ള കാഴ്ചയായിരുന്നു. വേദനകളെ ഉൾക്കൊണ്ട് ജീവിതത്തിലേക്ക് തിരിച്ചു കയറുമ്പോഴാണ് ജെൻസനെയും മരണം കവരുന്നത്.